സ്വാഗതം. ഇന്നും ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. നമുക്ക് ബർഗർ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? സാൻഡ്വിച്ച് ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആക്ച്വലി ഈ ബർഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ബർഗർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള. ഇപ്പം നമ്മളാർക്ക് ഈ മക്ഡൊണാൾഡ്സ് പോലത്തെ ഒരു നല്ല കടയിൽ ചെന്നാൽ പോലും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ കിട്ടുന്ന കാര്യം നമ്മുടെ നാട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ബർഗർ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സെയ്ദ് അലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എവിടെയാണ് സാറിൻ്റെ നാട്? ആദ്യമേ തന്നെ വെൽക്കം ടു അവർ പച്ചമുളക്. എവിടെയാണ് നാട്? എവിടെയാണ്? ചെർപ്പളശ്ശേരിയാണ്. സാറിന്റെ ബിസിനസ് ആണോ? ബിസിനസ് പെരിന്തൽമണ്ണയാണ്. നമ്മള് ഈ ബർഗറിന്റെ ഒക്കെ തന്നെ ബർഗറിന്റെ കടകൾ സപ്ലൈ ചെയ്യണം, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് ആവശ്യപ്രകാരം. എന്തുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വന്ന് ഈ ബർഗർ? നമ്മൾ പറഞ്ഞാൽ ആദ്യം പെരിന്തൽമണ്ണത്തിന് നമ്മൾ ഗൾഫിൽ നിന്ന് പോകുന്നില്ല, 22 വർഷം ഗൾഫിലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ ഗൾഫിലായതിനു ശേഷം പിന്നെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്ക് ഒരു കോണിയുടെ ചുട്ടിൽ ചെറിയൊരു ബിസിനസ് കൊണ്ടിരുന്നു. ഈ ബർഗറിന്റെ ഷോപ്പ് തന്നെ ചെറുതായിട്ടിട്ടു. അപ്പോൾ ഈ തോന്നിയപ്പോൾ ഒരു 10 കടക്കാർ പറഞ്ഞു നിങ്ങൾ സാധനം ഞങ്ങൾക്ക് തരും, ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ബേക്കറിയിൽ സാധനം വേണം പറഞ്ഞിട്ട് ഒത്തിരി ബേക്കറിയിൽ അദ്ദേഹം ബർഗർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബർഗർ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇന്നൊരു നല്ലൊരു ബർഗർ നമുക്ക് ഉണ്ടാക്കി വളരെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കാണിക്കും. ഇപ്പൊ സാറിന്റെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്? ഫാമിലി നാട്ടിൽ തന്നെ, ഇവിടെ തന്നെ. അപ്പൊ അവരെല്ലാരും തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലേ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര നല്ല ഒരു ബിസിനസ് കൊണ്ടുപോകണം. വേറെ ഈ ബർഗർ അല്ലാണ്ട് എന്തൊക്കെയാണ്? ബർഗർ എല്ലാം മുത്തബക്ക് പുതിയ ഐറ്റംസ്. മുത്തബക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാര രീതികളാണ് ഇതൊക്കെ, ബർഗറും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അത് നമുക്ക് വളരെ ലൈവായിട്ട് ഉണ്ടാക്കി കാണാം. എനിക്കും ഒരു ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കണേന്ന്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ബർഗർ. ബർഗറിന് ആവശ്യമായിട്ടുള്ള ബർഗർ പാറ്റീസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് സാർ പറഞ്ഞു. ആദ്യം പാറ്റീസിനുള്ള നമ്മൾ കീമ അടിക്കാൻ പോവാണ്. ഫസ്റ്റ് കീമ. ചിക്കൻ അല്ലേ? ചിക്കന്. ഇത് നമ്മൾ റസ്കിന്റെ പൊടി, ഇത് ബ്രോസ്റ്റഡ് പൗഡർ. ഒരു ഓർഡറിൽ പോവാം. ഇത് ചിക്കന്റെ പീസസ് ആണ്. അതെ, ഇത് ബർഗറിലെ ബന്നിന്റെ അകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള തക്കാളി, സവാള, ഇത് ടൊമാറ്റോ സോസ്, 3 മുട്ട എടുത്തിട്ടുണ്ട്, മയോണൈസ്, ടൊമാറ്റോ സോസ്, ഗാർലിക്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഗരം മസാലയാണ്. ഗരം മസാല. പിന്നെ എന്താണ്? ചില്ലി. ഓക്കെ, വറ്റൽ മുളകുണ്ട്. പിന്നെ ഇത് റസ്ക് പൊടിച്ചത്, പാല്, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില എല്ലാം കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ചിക്കൻ മസാല ഓക്കെ. പിന്നെ സവാള, ചെറിയ ഉള്ളി. അപ്പൊ ഈ ബർഗർ പാറ്റീസിനകത്ത് വെക്കുന്ന ഇങ്ങനെ ഇത്രയും മസാലകളൊക്കെ ചേർത്ത് ഇതിപ്പോ ഫുള്ളില്ല. ഇതില് ബെന്നിൽ ആഡ് ചെയ്യുന്ന സാധനം ഉണ്ട്. ഇതില് ബെന്നിൽ നമ്മള് കുക്ക് ചെയ്തതിന് ശേഷം ഇത് അത് മൈനീസ് വേറെ വെക്കും. മൈനീസിലും ഉണ്ട് ഇതില്. ഇതിൽ 2 ഐറ്റം മസാല. ചേട്ടന്റെ തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. സാധാരണ നമ്മള് ബർഗറിനകത്ത് കിട്ടുന്ന പാറ്റീസിനകത്ത് ഈ ചിക്കൻ മസാലയും ഗരം മസാലയും സംഭവങ്ങളൊന്നും ഇല്ല. അത് കംപ്ലീറ്റും ഒത്തന്റിക് ആയിട്ട് അമേരിക്കൻ ഒരു ഫുഡാണല്ലോ. ഇത് നമ്മള് ഇതുപോലെ ആയുർവേദ കൂടുതലുള്ള ഒരു മസാല, നമ്മൾ കൊഴുപ്പ് വരാതെ കൊളസ്ട്രോൾ വരാത്ത രീതിയിൽ ബർഗർ ഉണ്ടാക്കുന്നത്. കൊളസ്ട്രോൾ വരാത്ത രീതിയിൽ ബർഗർ. പക്ഷെ നമ്മൾ ഗാർലിക്കിന് ഭയങ്കര പവറാണ്. ഇതില് ക്യാരറ്റ് ഇട്ടല്ലോ, പിന്നെ ഇലകൾ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പൊ എനിക്ക് തോന്നുന്നു സെയ്ദാലിക്കയുടെ തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഈ ബർഗർ പാറ്റീസിലുണ്ട്. അപ്പൊ അത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു ടേസ്റ്റും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ആഡഡ് ആവുന്നുണ്ട്. അപ്പൊ ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ട്, പിന്നെ 3 ബർഗറിന്റെ ബണ്ണുണ്ട്, പിന്നെ മല്ലിയില, പച്ചമുളക്, പെപ്പർ പൗഡർ, നാരങ്ങ നീര്, ഗാർലിക്. ഇത്രയാണ് നമ്മുടെ ബർഗർ പാറ്റീസിന് ആവശ്യമായിട്ടുള്ള ഈ ഐറ്റം. അപ്പൊ ചിക്കൻ പീസസ് ഒക്കെ ഒരു ബൗളിലിട്ടു. അടുത്ത് ഉപ്പാണത്. ക്യാപ്സിക്കം, ക്യാരറ്റും എല്ലാം ഇട്ടു. അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഗാർലിക്
ഗാർലിക് ഏറിയല്ലോ. ഒരു ഗാർലിക് എനിക്ക് തോന്നുന്നു ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇത് ഈസ്റ്റർ മസാലയാണ്, ഗരം മസാല. ഓക്കെ. ചിക്കൻ മസാല. അപ്പം കുറച്ച് ചിക്കൻ ഉപ്പൊക്കെ ഇട്ടു, അതിനടുത്ത് ക്യാപ്സിക്കം, ക്യാരറ്റ് ഇട്ടു, ഒരു 2 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ഇട്ടു, ഗരം മസാല ഇട്ടു, ഗരം മസാലയൊക്കെ ഒരു 1/2 ടീസ്പൂൺ, ആൻഡ് ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണോളം ഇട്ടു. ചെറിയുള്ളി. ഓക്കെ, ചെറിയുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി, ജസ്റ്റ് സ്ലൈസ് ഒന്നും ചെയ്യാതെ പൊളിച്ചത്. സവാള ഇടാൻ നിൽക്കുന്നത്. ഇത് 1.5 സവാള ഉണ്ടാവും. 1.5 സവാള നീളത്തിലരിഞ്ഞത്. അടുത്തത് മല്ലിയില, മുളകുണ്ട്, ലേശം പുതിന ഇടയിലുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഉണ്ട്. അത്യാവശ്യത്തിന് ഒരു 5-6 പച്ചമുളക് അതിനകത്തേക്ക് ഇട്ടു. ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യായിരിക്കും അല്ലേ? ഇത് പെപ്പറാണ്. പെപ്പർ പൗഡർ ഇട്ടു. ഈ മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് ചിക്കനും ഇട്ട് നല്ലപോലെ പരട്ടണം അല്ലേ? ആ മസാലയൊക്കെ പിടിക്കണം. ആ മല്ലിയില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം മിക്സ് ചെയ്ത് ഇനി ഇങ്ങനെ തന്നെ ഒരു എന്താ പറയുക, ബർഗർ ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇടുകയാണ്. അത് നമുക്ക് ആ മെഷീനിലോട്ട് പോവാം. ഇതാണ് ബർഗർ പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീൻ അല്ലേ? ഇതൊരു സംഭവം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ആക്ച്വലി ഇത് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബേക്കറിയിലേക്കൊക്കെ വേണമെന്നുള്ളവർ, അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ്, അങ്ങനെ ഒരു ഇതുള്ളവരൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണിത്. ഇത് ഈ ചിക്കൻ റോ ആയിട്ടാണ് ഇടുന്നത്. ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കി പാറ്റീസ് പോലെ ആക്കും അല്ലേ? എന്നിട്ട് ഡീപ് ഫ്രോസൺ ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യാം. പവറാണ്. സാധനം നമ്മൾ ആ കട്ട്ലേറ്റ് ബർഗർ തിന്നിട്ടേ മനുഷ്യന്മാർക്ക് ഒറിജിനൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഒറിജിനലായിട്ട് അത് ചെയ്യാം. നമ്മൾ അരച്ച് കഴിഞ്ഞു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമുക്ക് ഇങ്ങനെ ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ബോൺലെസ് തന്നെ എടുക്കുന്നത്, നമുക്ക് മിക്സിയിലിട്ട് അരച്ചാൽ ഇതുപോലെ കിട്ടില്ലേ? മിക്സിയിലിട്ട് അരച്ചാൽ കിട്ടും. അരക്കാൻ സഹായിക്കണം. മിക്സിയിൽ ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു എമൗണ്ട്, ഒത്തിരി എമൗണ്ട് ഇത് അരച്ചെടുക്കും. അപ്പം ഇനി ഇങ്ങനെയാണ് കംപ്ലീറ്റ് പച്ചമുളകും മല്ലിയിലയും ചുവന്നുള്ളി എല്ലാം എന്താ പറയുക, ക്യാപ്സിക്കവും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ മിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഇദ്ദേഹം എന്താണ് ഇനി അടുത്ത പരിപാടി എന്നറിയും. മുട്ട 3 മുട്ട ബീറ്റ് ചെയ്തു. എഗ് വൈറ്റും യോക്കും കൂടെ ഒരുമിച്ചാണ് ബീറ്റ് ചെയ്തത്. ഓക്കെ, അത് ഈ ചിക്കനിനകത്തോട്ട് ഇട്ടു, ഒഴിച്ചു. 3 മുട്ട. ഓക്കെ, ഫൈൻ. ഇനി ഇത് ബ്രെഡ് ക്രംസ് ഇട്ടു. കൈ കൊണ്ട് പിടിക്കണമായിരിക്കും അല്ലേ? ഓക്കെ, റസ്ക് പൊടിച്ചാണ്. ഇപ്പം റസ്ക് പൊടിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ പൊടിയാണെങ്കിലും മതിയായിരിക്കും അല്ലേ? പക്ഷെ എനിക്കൊന്ന് റസ്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ സ്റ്റിക്കി. എനിക്കൊന്ന് പാറ്റീസ് ആയിട്ട് എടുക്കാൻ നല്ലത് ഈ റസ്ക് പൊടിച്ചാന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ, അല്ലെങ്കിൽ ഈ ചിക്കൻ റോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലോറും കൂടെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഗാർലിക് പൗഡർ എല്ലാം ആഡഡ് ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഈ പൗഡർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ?
നമ്മളിത് സ്പെഷ്യലായിട്ട് സ്ഥലത്ത് അവിടെ നിന്ന് വാങ്ങാനാണ്. മറ്റേ ലോക്കലാണ് വീട്ടിൽ ബീറ്റുകളൊക്കെ ലോക്കൽ അത് നമ്മൾ സ്പെഷ്യലായി തന്നെ ഫ്രഷ് ആയിരുന്നിട്ട് കൊല്ലങ്ങൾ ഇരിക്കണമല്ലോ. ഇത് ഉണ്ടാക്കി ഫ്രോസൺ ചെയ്ത് നാളുകളായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ബർഗറിന്റെ പാറ്റീസ് ഒക്കെ ആയിട്ടോ ഉപയോഗിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ കൈ കൊണ്ട് അത് മിക്സ് ചെയ്തു. ഇത് ഒരു ബോളാക്കി ഇതിൻ്റെ അതിനെ ബർഗറിൻ്റെ കണക്കായിട്ട് ഒരു ബോളാക്കി എടുക്കും. ബോളാക്കി എടുക്കുന്ന ഒരു കട്ട്ലേറ്റ് പോലെ അകത്ത് വെക്കാവുന്ന പോലെ. അപ്പൊ ഇതിനി ആക്ച്വലി ഇത് കുക്ക് ചെയ്യണ്ടേ നമ്മള്? കുക്ക് ചെയ്യണം. ഫ്രൈ ചെയ്ത് ഒരു മെഷീൻ കൂടി ഇടും. ഇനി അടിക്കുന്ന മെഷീൻ ഉണ്ട്. ഇതെങ്ങനെ ഇതൊക്കെ പഠിച്ചത്? ഇത് നമ്മള് അറബിക്ക് 20 കടണ്ടായിരുന്നു, 20 ഷോപ്പ്. നമുക്ക് അടുപ്പ് കത്തിക്കണം. പാൻ. അപ്പൊ ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? ഈ നമ്മൾ ആ അതിന്റെ ചിക്കന്റെ കീമ ബോൾസ് ആയിട്ട് എടുത്ത് 3 ബോളായിട്ട് എടുത്തു. ഒരു ബട്ടർ പേപ്പറിൽ ഈ മിഷീനിൽ അടിച്ചിട്ട് ഇത് റൗണ്ട് ആക്കുക. മിഷീനിൽ വെച്ച് കഴിഞ്ഞാൽ റൗണ്ടായി. ഒരു കമ്പനിക്ക് കൊടുക്കാനേ, കടയിൽ ഷോപ്പുകൾ കൊടുക്കാനേ ഇപ്പോൾ റൗണ്ടായി. ഇനി പേപ്പർ സെറ്റ് ചെയ്ത് തന്നെ അപ്പോൾ അത് ഉണ്ടോ വലിയ റൗണ്ടാക്കി. ഉണ്ടാവില്ല. നമ്മൾ അളവും തൂക്കതിൻ്റെ വെയിറ്റ് സെറ്റ് ഓരോ ഷോപ്പ് ഇത്ര നമ്മൾ കല്യാണത്തിന് ഇത്ര അല്ലെങ്കിൽ ബേക്കറിക്ക് ഇത്ര വലിപ്പം ബിസിനസ് ആവശ്യമായിട്ട് നമുക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അത് ടീ അടിച്ചു. ബട്ടർ ഇതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യൽ. അപ്പം ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പം അത് 3 സൈസ് ഫാറ്റീസായി. അടുത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടേ ആയിക്കൂടെ ഇത് ചൂടാക്കണം. ഈ ബെന്ന് ബർഗറിന്റെ ബണ്ണ് എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തു. ഓവനിലിട്ട് 1 മിനിറ്റ് വെല്ലവും ഒന്ന് ജസ്റ്റ് കറക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് സോഫ്റ്റ് ആവും കുറച്ചും കൂടെ ബണ്ണ്. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണ പറഞ്ഞിട്ട് ബർഗർ ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്യണ്ട, ബർഗർ കുക്ക് ചെയ്യാണ്. ഓക്കെ. ഇനി പാറ്റീസ് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ എന്താണ് വെജിറ്റബിൾ ഓയിൽ അല്ലേ? വെജിറ്റബിൾ ഓയിലാണ്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഇനി അത് ആ പാറ്റീസ് മൊരിച്ചെടുക്കുകയാണ്. പക്ഷെ അത് വേഗം. അപ്പം അങ്ങനെയാണെങ്കിൽ ചിക്കന് എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. അപ്പൊ എന്തായാലും ഇത് നല്ല റണ്ണിങ് അല്ലേ ഈ ഒരു ബർഗർ? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. ചെർപ്പളശ്ശേരി തന്നെ എത്ര ബേക്കറിയിൽ ഇപ്പം ആയി? ചെർപ്പളശ്ശേരി നമ്മള് പെരിന്തൽമണ്ണ കൂടുതൽ ബന്ധം. പെരിന്തൽമണ്ണ, തിരൂര്, കോട്ടക്കൽ, എത്ര ബേക്കറീസിൽ കൊടുക്കുന്നുണ്ട്? ഒരു 10-30 ബേക്കറീസ്. 10-30 ബേക്കറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബേക്കറിൽ എത്ര ഓർഡർ ഒക്കെ ആവും? അതിപ്പോ നമ്മൾ ഒരാഴ്ചക്കുള്ള സാധനം കൊടുക്കാണ്. ഒരു 50 പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ വിളിക്കും. നമ്മളെ സാധനം കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കും. പാറ്റീസ് കൊണ്ട് കൊടുക്കാതെ അപ്പോൾ അവർ ആവശ്യം അങ്ങനെ കുക്ക് ചെയ്യും. ഒരാഴ്ച 10 ദിവസത്തിനുള്ള സാധനം കൊടുക്കും. ഇത് ഡീപ് ഫ്രോസൺ ചെയ്ത് ഇത് വെക്കും, നിങ്ങൾ പാക്കറ്റ് ആയിട്ട് കൊടുക്കും? പാക്കറ്റായി കൊടുക്കും. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ പാറ്റീസ് ഇട്ട് കുക്ക് ചെയ്യാണ്. പാറ്റീസ് അപ്പോൾ നല്ല എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ പാറ്റീസ് നല്ലപോലെ ഫ്രൈ ചെയ്യണം. എനിക്കൊന്ന് മീനൊക്കെ വറക്കുന്ന പോലെ നല്ല പൊരിച്ചാണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കണേ. കാരണം നമ്മൾ പച്ച കോഴിയിറച്ചിയാണ് ഈ മെഷീനിലേക്ക് ഇട്ടത്. അപ്പം അതൊന്ന് കുക്കാവണമല്ലോ. അപ്പോൾ ഇങ്ങനെ മൊരിച്ചിട്ടാണ് നിങ്ങൾ ഫ്രോസൺ ചെയ്യാൻ കൊടുക്കണേ? ഇല്ലല്ല, ഞാൻ ഇങ്ങനെ പച്ച തന്നെ എടുത്ത് ഫ്രീസറിൽ വെക്കും. അന്നേരം അത് കട്ടിയാവും. അവരത് അവിടെ ചെല്ലുമ്പം, ഷോപ്പിൽ ചെല്ലുമ്പം ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടില് ബർഗർ കിട്ടുന്നത്. തീ കുറക്കണം. ഇത് ആയിക്കഴിഞ്ഞാൽ കുക്കിംഗ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റും.
മിക്സിയിൽ ഗാർലിക് അടിക്കും. ഒരു ചില്ലി ഗാർലിക്, സാധാ ഗാർലിക് ഇവിടെ ഉണ്ട്, ഇത് എല്ലാത്തും കിട്ടുന്നതാണ്, റെഡിമെയ്ഡാണ്. അത് മയോണൈസ്. മൈനീസ് റെഡിമെയ്ഡ്, അതേ മൈനീസ് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഇന്നലെ നമ്മളൊരു കുട്ടി ഒന്ന് മയോണൈസ് ഉണ്ടാക്കി കാണിച്ചു. ഏകദേശം ആയല്ലോ, ഇത്രയും പോരെ? മതിയോ മൈനീസ്? എനിക്കറിയത്തില്ല ഇത് എത്രയാണ്. മൊരിയണോ? നല്ല കുറച്ച് മരിഞ്ഞോട്ടെ. പാറ്റീസ് നല്ലപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി. ഇതിപ്പം നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇത് നല്ലപോലെ മൊരിയണം എന്നാണ് ഇത് ഞാൻ പറയണത്. പുറത്തൊക്കെ ആണെങ്കിൽ, അറബ്സൊക്കെ ആണെങ്കിൽ അധികം വെന്ത് കുക്ക് ചെയ്ത് കഴിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇനിയൊരു ചില്ലി മയണൈസ് അദ്ദേഹം ഉണ്ടാക്കണുണ്ട്. അതിന് 3 മുട്ട ഇട്ടു അല്ലേ ഇതിനകത്ത്? ഒന്നര മുട്ട പൊട്ടിച്ചിട്ടു. എഗ് യോക്കും വൈറ്റും കൂടെ ചേർന്ന് ഇതിനകത്ത് ഗാർലിക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടു. ഇത് അടിക്കും ആദ്യം. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കട്ടെ? ഇത് മിൽക്കാണ്, പാലാണ്. പാലും കൂടെ ഇടിക്കുകയാണ്. ഓക്കെ, പാല്, മുട്ട, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടു. ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. കുറച്ച് ഓയിൽ കൂടെ ഒഴിക്കാം. അപ്പൊ സാധാരണ നമ്മൾ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ തന്നെ, കാരണം ഇന്നലെ നമ്മളൊരു മയോണൈസ് ഉണ്ടാക്കി കാണിച്ചില്ലേ. അപ്പൊ ഏകദേശം അടുത്ത ചില്ലി വരുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഇതിൽ ഒരു സുർക്ക കുടിക്കാൻ കിട്ടാണ്ട്, സുർക്കണ്ടൂടെ. വെളുത്തുള്ളി ഒഴിച്ചു, അതിലൊരു 1.5 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതുപോലെ തന്നെ എന്താണ് ഇത്, വിനാഗിരി ഒഴിച്ചു. പിന്നെ അത് കൂടാതെ ഗാർലിക് ഇട്ടു, മയോണൈസ് ഉണ്ടാക്കി. പിന്നെ വെജിറ്റബിൾ ഓയിൽ ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ആണ് ലൈക്ക് മയോണൈസ് ഉണ്ടാക്കണം. ലൈമാണ്, കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് മയോണൈസിന്റെ. സാധാരണ ഞാൻ നാരങ്ങ നീരൊന്നും മയോണൈസിൽ ആഡ് ചെയ്യണ കണ്ടിട്ടില്ല. ഇതിനകത്ത് ചില്ലി, ഇതിനകത്ത് വറ്റൽമുളക് ഇട്ടില്ലേ? വറ്റൽമുളക്, വെളുത്തുള്ളി, മുട്ട, വെജിറ്റബിൾ ഓയിൽ, പിന്നെ വിനാഗിരി, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് മയോണൈസിന് വേറൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ, ഇച്ചിരി എരിവുണ്ടായി. ഓൾറെഡി നല്ല ചില്ലി ഗാർലിക് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇച്ചിരി വെളുത്തുള്ളിയും മുട്ട, വെജിറ്റബിൾ ഓയിൽ, പിന്നെ ചില്ലി അടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, വിനാഗിരി, പാല് ഒക്കെ ചേർന്നാണ് ഈ മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എനിക്കൊന്ന് ബർഗർ ഒന്ന് ഡ്രസ് ചെയ്തെടുത്താൽ മതി എന്ന് തോന്നുന്നില്ല. ഇനി അടുത്ത ബർഗർ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാറ്റീസൊക്കെ റെഡിയായി, മയോണൈസൊക്കെ റെഡിയായി. ഇനി അതിൻ്റെ അടുത്ത് വയ്ക്കുന്ന ടൊമാറ്റോ, സവാള, ഈ പറഞ്ഞ പോലെ മയോണൈസ് ആ ബർഗറിൽ സ്പ്രെഡ് ചെയ്യുക. കുറച്ച് കട്ടി വരും, കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ കൂടുതൽ നമ്മൾ വൈറ്റ് ആയിട്ട് വരും. ഇത് കമ്പനി സാധാ മയോണൈസ് സാധാ മയോണൈസാണ്. ഒരു സൈഡ് സാധാ മയോണൈസും
ഒരു സൈഡ് ഉണ്ടാക്കിയ മയണൈസ്, രണ്ടും ടേസ്റ്റ് ആയിക്കോട്ടെ. രണ്ടും വേറൊരു ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് മയണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഓക്കെ ഓക്കെ, തക്കാളി, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില അതെല്ലാം കൂടെ ഒരു പോർഷനിൽ വയ്ക്കുകയാണ്. ടൊമാറ്റോ സോസ്. അടുത്ത് ഇത് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസ്. ചീസ് ഇടാൻ മറന്നുപോയതാണ്. ചീസല്ലേ സ്ലൈസ്. ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഇപ്പം മയണൈസ് ധാരാളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനിലാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചിക്കൻ ബർഗർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വളരെ ഫ്രഷ് ആയിട്ട്, എന്താണ്, അപ്പം തന്നെ മെഷീനിൽ അരച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കിയ ബർഗറാണ്. ബർഗർ ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹം ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഷോപ്പിൽ ചെന്ന് ഒരു ബർഗർ പറയുന്ന അതിൻ്റെ ബിഹൈൻഡ് ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ള അറിയില്ല. ബുദ്ധിമുട്ട് തോന്നില്ല. അതെ അതെ, സാധാരണ കട്ട്ലറ്റ് അകത്ത് വെച്ചുള്ള ബർഗറൊന്നും അല്ല ഇത്. ശരിക്കും നല്ല ചിക്കനൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് സെയ്ദാലിക്ക സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ ബർഗറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സ് ബർഗർ എന്നൊക്കെ പറയുന്ന പോലെ സെയ്ദാലിക്കാസ് ചിക്കൻ ബർഗർ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. വളരെ മനോഹരമായി, വളരെ ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നു. ബർഗർ ഇത്രയും എന്തുമാത്രം പ്രോസസ്സാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്കിത് കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ ബർഗർ കഴിക്കാൻ. അതുപോലെ തന്നെ സെയ്ദാലിക്കയുടെ ബിസിനസ്സൊക്കെ പൊടിക്കട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇഷ്ടംപോലെ ഈ ഒരു പരിപാടിയിൽ കൂടെ ഇഷ്ടംപോലെ ഓർഡറുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഈ ബർഗർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇത് നമുക്ക് ഉണ്ടാക്കാം. ഈ പറയുന്ന പോലെ ഈ മെഷീനൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അദ്ദേഹം പറഞ്ഞ പോലെ മിക്സിയിലിട്ട് അരച്ച് നമുക്ക് ഈ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അടിപൊളി സർ, നല്ല നല്ല ബർഗറായിരുന്നു. ഇനിയും ഇഷ്ടംപോലെ ഓർഡർ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സെയ്ദാലിക്കയെ പോലെ റിട്ടയർഡ് ലൈഫൊക്കെ ആഘോഷിക്കുന്നവർ സൈഡ് ബിസിനസ്സായിട്ടൊക്കെ തുടങ്ങാൻ പറ്റിയൊരു ഈ ബിസിനസ്സാണ്. കാരണം ഈ ഒരു മെഷീൻ മേടിക്കുക എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസ് ഉള്ള കാര്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു ബേക്കറി തുടങ്ങുന്നവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ നമ്മുടെ ഈ സെയ്ദാലിക്കയുടെ ഈ ചിക്കൻ ബർഗർ ഉണ്ടാക്കി നോക്കുക. പോരാത്തതിന് സെയ്ദാലിക്കയ്ക്ക് ഈസ്റ്റേണിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. പച്ചമുളകിൽ ഇങ്ങനെയൊരു വണ്ടർഫുൾ ബർഗറായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന് സെയ്ദാലിക്കയ്ക്ക് നമ്മൾ ഹാർട്ടി വിഷസ് കൊടുക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു കിഡിലം വിഭവമായിട്ട് കാണാം. പാർവതി ഷോൺ.